നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദിയിലേക്ക് യാത്ര തിരിച്ച പ്രവാസി തെലങ്കാന സ്വദേശിയെ 6 വർഷമായി കാണാനില്ല എന്ന വാർത്തയാണ് പ്രവാസി ലോകത്തിൽ നിന്നും പുറത്തുവരുന്നത്. വാർത്തയിലേക്ക് മെഡാക് ശങ്കരപ്പേട്ട സ്വദേശി മുഹമ്മദ് കൗസിന്റെ മകൻ മുഹമ്മദ് അവീസ് എന്ന 38-കാരനെയാണ് 2013 ജൂലൈ മുതൽ കാണാതായത്. ജിദ്ദ വിമാനത്താവളത്തിൽ ഇറങ്ങിയ അവീസ് സുരക്ഷിതമായി എത്തിച്ചേർന്ന വിവരം നാട്ടിൽ വിളിച്ചറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ദിവസങ്ങളോളം വിവരമൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് വിസ നൽകിയ ഏജന്റ് വഴി സ്പോൺസറുടെ ഫോൺ നമ്പർ കണ്ടെത്തി അന്വേഷിക്കുകയായിരുന്നു. മക്കയിലെ താമസ സ്ഥലത്ത് തുണികൾ അടങ്ങിയ ബാഗ് ഇരിപ്പുണ്ടെന്നും അവീസിനെ കാണാനില്ല എന്നുമായിരുന്നു മറുപടി. സ്പോൺസറുടെ മറുപടിയിൽ തൃപ്തിയാവാതെ വേദനയുടെ ഭാര്യ ഷമാന ബീഗം അന്നത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനെയും ഹൈദരാബാദിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും സംസ്ഥാന സർക്കാരിനും പരാതി നൽകി. ആ പരാതിയിൽ കാത്തിരിപ്പ് തുടരാതെ സൗദിയിലെ ചില ബന്ധുക്കൾ വഴിയും അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അവീസ് എവിടെയാണെന്നോ എന്ത് സംഭവിച്ചെന്നോ എവിടെന്നും ഉത്തരം ലഭിച്ചില്ല. അവീസിന്റെ പ്രതീക്ഷയിലാണ് ഒരു കുടുംബം മുഴുവൻ. പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അവീസിന്റെ തിരിച്ചുവരവിനായി. 2 മക്കളും വൃദ്ധ മാതാപിതാക്കളും അടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബമാണ് അവീസിൻ്റെത്. നാട്ടിൽ ചില്ലറ ജോലികൾ ചെയ്ത് കുടുംബം പുലർത്തുന്നതിനിടെയാണ് വിസ ലഭിച്ച് വലിയ സ്വപ്നങ്ങളും പേറി പ്രവാസ ലോകത്തിലേക്ക് ആ പാവം മനുഷ്യൻ പറന്നിറങ്ങിയത്. അവീസിനെ കാണാതായതോടെ കുടുംബത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം ജുബൈൽ ഇന്ത്യൻ സ്കൂളിലെത്തിയ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സൈറ്റിനോട് സന്നദ്ധ പ്രവർത്തകൻ സൗഫിദ്ദീൻ പൊറ്റശ്ശേരി വിവരം അറിയിക്കുകയും അദ്ദേഹം നടപടിയെടുക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എവിടെയാണ് അവീസ്? എങ്ങോട്ടാണ് അവീസ് പോയി മറിഞ്ഞത്? ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ തെലങ്കാനയിൽ ഒരു കുടുംബം കാത്തിരിക്കുകയാണ്. അവീസിനെ കണ്ടെത്തട്ടെ. പ്രവാസ ലോകത്തിൽ നിന്നും ശുഭവാർത്ത ഉടനെ വരട്ടെ. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.